ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ ജുവലേഴ്സ്. കാരണം എല്ലാവർക്കും ഉണ്ടല്ലോ ഒരു വജ്രം എന്ന മോഹം. കല്യാൺ സാരീസ്, കോയമ്പത്തൂർ, തിരുവനന്തപുരം, കോഴിക്കോട്, തൃശൂർ, തല, കണ്ണൂർ. കല്യാൺ സിൽക്സ്, കണ്ണോത്തുംചാൽ, ചൊവ്വ, കണ്ണൂർ. ഒറിജിനൽ ഗോൾഡ് പൊന്മാലിക ജ്വല്ലേഴ്സ്, AVK നായർ റോഡ്, തലശ്ശേരി. ഓരോ ആഭരണത്തിലും BIS മുദ്ര, 5% മാത്രം പണിക്കൂലി. കല്ലറിക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, AVK നായർ റോഡ്, തലശ്ശേരി. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കണ്ണൂർ നാറാട് നിരോധനാജ്ഞ ലംഘിച്ച് BJP മാർച്ച്, സംഘർഷം, ലാത്തിചാർജ്, നിരവധി പേർക്ക് പരിക്ക്. തലശ്ശേരിക്കടുത്ത് വടക്കമ്പാടിൽ SDPI ലീഗ് സംഘർഷം, ലോറി തീവച്ച് നശിപ്പിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ സമ്മേളനത്തിന് കണ്ണൂർ മൈലിയിൽ തുടക്കമായി. സമ്മേളനം നടക്കുന്നത് 3 ദിവസം. വാർത്തകൾ വിശദമായി. കണ്ണൂർ നാറാത്ത് പോപ്പുലർ ഫ്രണ്ടിന്റെ ആയുധ പരിശീലന കേന്ദ്രത്തിലേക്ക് നിരോധനാജ്ഞ ലംഘിച്ച് BJP പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. BJP സംസ്ഥാന സെക്രട്ടറി K. സുരേന്ദ്രൻ, ജില്ലാ പ്രസിഡന്റ് K. രഞ്ജിത്ത് തുടങ്ങിയവരെ അറസ്റ്റ് ചെയ്തു. നാറാത്ത് പോപ്പുലർ ഫ്രണ്ടിന്റെ ആയുധ പരിശീലന കേന്ദ്രത്തിലേക്ക് നിരോധനാജ്ഞ ലംഘിച്ച് BJP പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ 2 ABVP പ്രവർത്തകർക്കും 1 BJP പ്രവർത്തകനുമാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ രജുലേഷ്, അനൂപ് എന്നിവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസിന് വിയർക്കുപ്പികൾ കൊണ്ടും കല്ലുകൾ കൊണ്ടും ഏറുകിട്ടി. സംഘർഷം കണ്ട് കുഴഞ്ഞു വീണ BJP നേതാവ് ഭാഗ്യശീലൻ ചാലാടിനെ ഉടൻ തന്നെ പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റി. 11 മണിയോടുകൂടിയാണ് കമ്പിൽ പന്നിയാങ്കണ്ടി ഹൈസ്കൂളിന് സമീപത്ത് നിന്ന് മാർച്ച് ആരംഭിച്ചത്. നാറാത്ത് പഞ്ചായത്ത് അതിർത്തിയിൽ പോലീസ് മാർച്ച് തടഞ്ഞു. മാർച്ചിന്റെ മുൻനിരയിലുണ്ടായ 2 പേർ ബാരിക്കേഡുകൾക്കിടയിലൂടെ പുറത്തു കടന്നയുടൻ പോലീസ് സംഘം ഇവരെ പിടികൂടി. പോലീസ് മർദ്ദനമേറ്റാണ് ഇരുവർക്കും പരിക്കേറ്റത്. ചെറിയ തോതിൽ ലാത്തി വീശലും നടന്നു. തുടർന്ന് മാർച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിലെ തീവ്രവാദ കേസുകൾ അട്ടിമറിക്കുന്നത് K. സുധാകരനാണെന്നും കോൺഗ്രസിന്റെയും സുധാകരന്റെയും ചൊൽപ്പടിക്ക് നിൽക്കുന്ന SP തീക്കൊള്ളികൊണ്ട് തലചൊറിയുകയാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഈ നാറാത്ത് ഭീകര പരിശീലന ക്യാമ്പുമായി ബന്ധപ്പെട്ടുള്ള കേസ് അട്ടിമറിക്കാൻ സർക്കാർ തലത്തിൽ ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിനു പിന്നിൽ മറ്റാരുമല്ല, കണ്ണൂർ ലോക്സഭാംഗമായിട്ടുള്ള ശ്രീ K. സുധാകരൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. K. സുധാകരന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനിലും ഈ സർക്കാരിലുമുള്ള ശക്തമായിട്ടുള്ള സ്വാധീനത്തിന്റെ ഫലമായിട്ടാണ് ഈ കേസിന്റെ അന്വേഷണം വഴിതിരിച്ചുവിടാൻ കണ്ണൂർ ജില്ലാ പോലീസ് നിർബന്ധിതമാകുന്നത്. ദേശദ്രോഹികളും ദേശസ്നേഹികളും തമ്മിലുള്ള സമരമാണ് നാറാത്ത് നടക്കുന്നതെന്നും പോപ്പുലർ ഫ്രണ്ടിന്റെ ആയുധ പരിശീലന കേന്ദ്രം തകർക്കുക തന്നെയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും K. രഞ്ജിത്ത് പറഞ്ഞു. ഇതൊരു സൂചന മാത്രമാണ്. നമുക്കറിയാം, കണ്ണൂർ ജില്ലയിൽ ഈ നാറാത്ത് മാത്രമല്ല, നടുവിലും അതുപോലെ തന്നെ കുന്നാടും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ വിവിധ മേഖലകളിൽ ഇത്തരത്തിലുള്ള ഭീകര പരിശീലന കേന്ദ്രങ്ങൾ നടക്കുന്നുണ്ട് എന്ന് വിവരമുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ ഈ കണ്ണൂർ ജില്ലയിൽ നിന്നും ഈ ഭീകര കേന്ദ്രത്തെ തടയുന്നതിന് വേണ്ടി തകർക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടമായിരിക്കും ഈ ദേശീയ പ്രസ്ഥാനത്തിൽപ്പെട്ട പ്രവർത്തകന്മാർ മുന്നോട്ട് പോകുന്നത്. ഭീകരകേന്ദ്രം തകർക്കുക, രാജ്യദ്രോഹികളെ തുറങ്കിലടക്കുക, നാറാത്ത് കേസ് NIA കേൾപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് BJP മാർച്ച് നടത്തിയത്. ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം പ്രവർത്തകർ ബാരിക്കേഡുകൾ തള്ളിമാറ്റാൻ വീണ്ടും ശ്രമിച്ചത് സംഘർഷത്തിന് ഇടയാക്കി. സമരക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളും നടന്നു. അതിനിടെ മാർച്ച് കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിനിടയിൽ പന്നിയാങ്കണ്ടി കമ്പിൽ ബസാറിലെ SDPI മുസ്ലിം ലീഗ് തോരണങ്ങളും ഫ്ലക്സ് ബോർഡുകളും നശിപ്പിച്ചു. കമ്പിൽ ടൌണിലെ പട്ടുറുമാൽ വസ്ത്രാലയത്തിന് നേരെ കല്ലേറും നടന്നു. ചില്ലുകൾ തകർന്നു. സംഘർഷം കണക്കിലെടുത്ത് കമ്പിൽ നാറാത്ത് മേഖലയിലെ കച്ചവട സ്ഥാപനങ്ങൾ പോലീസ് നേരത്തെ തന്നെ അടപ്പിച്ചിരുന്നു. ASP ട്രെയിനി യതീഷ് ചന്ദ്ര, കണ്ണൂർ DYSP P. സുകുമാരൻ, ഇരിട്ടി DYSP P. പ്രദീപ് കുമാർ,
സിഐമാരായ ബാലകൃഷ്ണൻ, മനോജ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കനത്ത പോലീസ് സന്നാഹമാണ് മാർച്ച് നേരിടാനുണ്ടായത്. സ്ഥലത്ത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ നിരീക്ഷണവും ഉണ്ടായിരുന്നു. നിരോധനാജ്ഞ 13 വരെ തുടരും. അനുമതിയില്ലാതെ പ്രകടനം നടത്തിയതിന് കെ സുരേന്ദ്രനടക്കം 580 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. കണ്ണൂർ നാറാത്തെ പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രത്തിലേക്ക് ബിജെപി ഇന്ന് നടത്തിയ മാർച്ച് തടയാൻ വൻ പോലീസ് സന്നാഹമാണ് സ്ഥലത്തെത്തിയത്. ബിജെപി നടത്തിയ മാർച്ച് തടയുമെന്ന് പോപ്പുലർ ഫ്രണ്ട് മുന്നറിയിപ്പ് നൽകിയിരുന്നു. നാറാത്തെ തണൽ ട്രസ്റ്റിന്റെ കെട്ടിടത്തിനകത്ത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ആയുധ പരിശീലനം നടത്തുകയും 21 പേരെ പിടികൂടുകയും ചെയ്തിരുന്നു. കെട്ടിടത്തിനകത്ത് നിന്ന് ആയുധങ്ങൾ, വിദേശ ബന്ധം തെളിയിക്കുന്ന രേഖകൾ എന്നിവ പിടികൂടിയതോടെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് പ്രചാരണമുണ്ടായി. ഇതേ തുടർന്നാണ് ബിജെപി നാറാത്തെ തണൽ ട്രസ്റ്റിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചത്. എന്നാൽ RSS, CPM കേന്ദ്രങ്ങളിൽ നിന്ന് റെയ്ഡ് നടത്തി ആയുധങ്ങൾ പിടികൂടിയപ്പോൾ അവരുടെ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തിയിട്ടില്ലാത്തതിനാൽ ബിജെപി മാർച്ച് തടയുമെന്ന് പോപ്പുലർ ഫ്രണ്ടും വ്യക്തമാക്കി. ഇതോടെ സംഘർഷാവസ്ഥ രൂപപ്പെട്ടു. തുടർന്നാണ് നാറാത്ത്, കമ്പിൽ പ്രദേശങ്ങളിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചത്. എന്നാൽ നിരോധനാജ്ഞ ലംഘിച്ചുകൊണ്ട് മാർച്ച് നടത്തുമെന്ന് ബിജെപിയും മാർച്ച് നടത്തിയാൽ തടയുമെന്ന് പോപ്പുലർ ഫ്രണ്ടും വ്യക്തമാക്കി. ക്രമസമാധാന നില തകരാറിലാവാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഇന്നലെ പ്രദേശത്ത് സായുധ സേന റൂട്ട് മാർച്ച് നടത്തിയിരുന്നു. കണ്ണൂർ ടൗൺ, സിറ്റി, മയ്യിൽ, കണ്ണപുരം, ചക്കരക്കല്ല്, എടക്കാട്, തലശ്ശേരി തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിലെ CI, SI-മാരുടെ നേതൃത്വത്തിലായിരുന്നു സായുധ സേന മാർച്ച് നടത്തിയത്. ഇന്ന് രാവിലെ മുതൽ പ്രദേശത്ത് കണ്ണൂർ, തളിപ്പറമ്പ് DYSP-മാരുടെ നേതൃത്വത്തിൽ പോലീസ് കാവൽ ശക്തമാക്കി. മാർച്ച് നടത്താൻ തീരുമാനിച്ച തണൽ ട്രസ്റ്റിന് 2 കിലോമീറ്റർ ഇപ്പുറം ബാരിക്കേഡ് ഉയർത്തി പോലീസ് നിലയുറപ്പിച്ചു. ജലപീരങ്കി, ഗ്രനേഡ്, കണ്ണീർവാതകം തുടങ്ങിയ പ്രതിരോധ ആയുധങ്ങളും പോലീസ് ഒരുക്കിയിരുന്നു. ബിജെപിയുടെ മാർച്ച് കമ്പിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ പോപ്പുലർ ഫ്രണ്ടും മാർച്ച് തടയുന്നതിനായി പ്രകടനം നടത്തി. എന്നാൽ സായുധ സേനാ വിഭാഗം പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ ബലമായി നീക്കുകയായിരുന്നു. തലശ്ശേരി വടക്കുംപാട് SDPI ലീഗ് സംഘർഷത്തെ തുടർന്ന് SDPI പ്രവർത്തകന്റെ ലോറി തീവച്ച് നശിപ്പിച്ചു. SDPI ലീഗ് സംഘർഷം നിലനിൽക്കുന്ന വടക്കുംപാട് SDPI പ്രവർത്തകൻ ഓടിക്കുന്ന മിനി ലോറി കത്തിച്ചു. വടക്കുംപാട് ഗുംട്ടി കോലോത്തുമ്മൽ വീട്ടിൽ ബഷീർ ഓടിക്കുന്ന മിനി ലോറിയാണ് കത്തിച്ചത്. ഇന്ന് പുലർച്ചെ 3:00 സംഭവം. ലോറി പൂർണ്ണമായും കത്തി നശിച്ചു. ഇന്നലെ രാത്രി SDPI ലീഗ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ലോറി കത്തിച്ചതെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. ഇവിടെയുള്ള 5 ഏക്കർ വരുന്ന ചെമ്മീൻകെട്ട് മണ്ണിട്ട് നികത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ഇന്നലെ രാത്രിയിലുണ്ടായ സംഘർഷത്തിൽ ലീഗ് പ്രവർത്തകൻ നെല്ലിക്കപ്പറമ്പത്ത് ഷമീറിന് മർദ്ദനമേറ്റിരുന്നു. പരിക്കേറ്റ ഇയാൾ തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ധർമ്മടം പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. More than 1,000 necklace for you. മായ ബഡ്ജറ്റ് നോക്കണേ. നൈസ്. മായ, ഇതൊക്കെ ജയയുടെ കല്യാണത്തിന്. ഓ, അപ്പൊ ഇതോ? ക്ലബിലെ ഫംഗ്ഷന്. അപ്പൊ ഇത്? ആഹാ, വെഡിങ് ആനിവേഴ്സറി മറന്നോ? അപ്പോ ഇതൊക്കെ? ഇതും ഇരിക്കട്ടെ. ചേട്ടാ, തിരുവള്ളം തരോ? പിന്നെ സേതു മാമയുടെ മകളുടെ കല്യാണത്തിനൊന്നും വേണ്ടേ? അടുത്ത കൊല്ലമല്ലേ? എന്തായാലും കല്യാണം ഉണ്ടല്ലോ, പർച്ചേസ് തീർന്നിട്ടില്ല. കല്യാൺ ജുവലേഴ്സ് നെക്ലസ് മേള. ആയിരക്കണക്കിന് നെക്ലസുകൾ ആരും മോഹിച്ചു പോകും. ഈ വർഷം അതിസുന്ദരിയായിട്ടുള്ള ഒരു രാജകുമാരി വരും. നമ്മുടെ അഴകാർന്ന മലയാളക്കരയുടെ അഴകിനെ മിഴിവേകുവാനും പിന്നെ സമ്പന്നമാക്കുവാനും. ഏത് തിരക്കിനിടയിലും അവര് വേറിട്ട് നിൽക്കും. കാരണം അവരണിഞ്ഞിരിക്കുന്നത് മനോഹരമായ ഈ രാജ്യത്തെ അതിമനോഹരമായിട്ടുള്ള സാരി ആയിരിക്കും. പട്ടിൽ നെയ്തൊരായിരം കഥകളുമായി കല്യാൺ സാരീസ്. കോയമ്പത്തൂർ, തിരുവനന്തപുരം, കോഴിക്കോട്, തൃശൂർ, കണ്ണൂർ. ഓരോ യഥാർത്ഥ പട്ടിന് പിന്നിലും ഒരു കഥയുണ്ട്. അവ കണ്ടെത്തുവാൻ ലോകത്തിന്റെ ഏത് കോണിലും ചെന്നെത്തുന്ന ഒരു വ്യക്തിയുമുണ്ട്. അദ്ദേഹത്തിന് കരുത്തേകുവാൻ ഒട്ടേറെ നെയ്ത്ത് ഗ്രാമങ്ങളുണ്ട്. അവിടെ ലോകത്തിലെ ഏറ്റവും മികച്ച നെയ്ത്തുകാരുണ്ട്. ഓരോ പട്ടും അനശ്വരമാക്കുവാൻ പരമ്പരാഗത കലാകാരന്മാരുണ്ട്. ആ പട്ടിനൊരു പേരുണ്ട്, കല്യാൺ സിൽക്സ്. കല്യാൺ സിൽക്സ്, ലോകത്തിലെ ഏറ്റവും മികച്ച പട്ടിന്റെ കഥ. കല്യാൺ സിൽക്സ്, കണ്ണോത്തും ചാൽ, ചൊവ്വ, കണ്ണൂർ.
ശാന്തമാണല്ലോ മഴത്തുള്ളികൾ പോലെ നിറമുള്ളതാണ്. സൂര്യകിരണങ്ങൾ പോലെ തിളക്കമുള്ളതാണ്. ദി ഒറിജിനൽ ഗോൾഡ്, പൊന്മാലിക ജ്വല്ലേഴ്സ്, AVK നായർ റോഡ്, തലശ്ശേരി. മിക്ക പ്രമുഖ ജ്വല്ലറികൾക്കും സ്വർണ്ണ ആഭരണങ്ങൾ ഉണ്ടാക്കുന്നത് ഒരേ പണിശാലകളിലാണ്, ഡിസൈനേഴ്സ് ആണ്. ഒരേ ഡിസൈനിലുള്ള ആഭരണങ്ങൾ എല്ലാ ജ്വല്ലറികളിലും കാണാം. നിയമത്താൽ നിഷ്കർഷിക്കപ്പെട്ട പരിശുദ്ധി എല്ലാവർക്കും ഒന്നാണ്, BIS പരിശുദ്ധി. പിന്നെ എന്ത് ന്യായത്തിലാണ് പണിക്കൂലിയുടെയും പ്രൈസ് ടാഗിന്റെയും പേര് പറഞ്ഞ് ഒരേ ഡിസൈനും പരിശുദ്ധിയുള്ള സ്വർണ്ണ ആഭരണങ്ങൾക്ക് കൂടുതൽ വില വാങ്ങുന്നത്? ഇപ്പൊ നമുക്കറിയാം, ഫ്രാൻസിസ് ആലൂക്കാസ് ഓരോ ആഭരണത്തിലും BIS മുദ്ര, 5% മാത്രം പണിക്കൂലി. 100% ജോലി സാധ്യതയുള്ള കമ്പ്യൂട്ടർ കോഴ്സുകളുമായി ഡിമോൺ ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം IGIIT, ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, സിറ്റിമെൻ കോംപ്ലക്സ്, മഞ്ഞോടി, തലശ്ശേരി. MCITP CCNA, ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ്, കോർപ്പറേറ്റ് ട്രെയിനിംഗ്, ടാലി ERP9, മൾട്ടിമീഡിയ, ഗ്രാഫിക് ഡിസൈൻ എന്നിവയോടൊപ്പം വിദ്യാർത്ഥികൾക്കും വീട്ടമ്മമാർക്കും എല്ലാ മേഖലയിലുമുള്ള ഉദ്യോഗാർത്ഥികൾക്കും കുറഞ്ഞ ഫീസ് നിരക്കിൽ ബേസിക് കമ്പ്യൂട്ടർ കോഴ്സും. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ഓഫീസ് സന്ദർശിക്കുക. IGIIT, ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, സിറ്റിമെൻ കോംപ്ലക്സ്, മഞ്ഞോടി, തലശ്ശേരി. ഫോൺ 0490-232-5353. വേർപിരിയാത്ത വൈകാരിക ബന്ധം. ലുലു ഗോൾഡ്, തലശ്ശേരി, കണ്ണൂർ. വാർത്തകൾ തുടരുന്നു. ഡിവൈഎഫ്ഐ ജില്ലാ സമ്മേളനത്തിന് കണ്ണൂർ മയ്യിലിൽ തുടക്കമായി. 3 ദിവസങ്ങളിലായാണ് സമ്മേളനം നടക്കുക. മയ്യിൽ ഇടൂഴി മാധവൻ നമ്പൂതിരി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിലെ യൂഗോ ഷാവേസ് നഗറിലാണ് 3 ദിവസങ്ങളിലായി സമ്മേളനം നടക്കുക. സമ്മേളനം സംഘാടക സമിതി ചെയർമാൻ ജെയിംസ് മാത്യു MLA പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന നടപടികൾക്ക് തുടക്കമായത്. പതാക സംസ്ഥാന കമ്മിറ്റി അംഗം TK സുലൈഖയുടെ നേതൃത്വത്തിൽ ചിറക്കലിലെ OT വിനേഷ് സ്മാരക സ്തൂപത്തിൽ നിന്നുമാണ് സമ്മേളന നഗരിയിലെത്തിച്ചത്. കൊടിമരം പാടിക്കുന്ന് രക്തസാക്ഷി സ്തൂപത്തിൽ നിന്നും ജില്ലാ ട്രഷറർ K ഗണേഷിന്റെ നേതൃത്വത്തിൽ നഗരിയിലെത്തിച്ചു. നാളെ നടക്കുന്ന പ്രതിനിധി സമ്മേളനം ഫ്രണ്ട്ലൈൻ എഡിറ്റർ വെങ്കടേഷ് രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ വിഷയങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും. മറ്റന്നാൾ വൈകിട്ട് മയ്യിൽ ടൌണിൽ റെഡ് വളണ്ടിയർ മാർച്ചും പ്രകടനവും നടക്കും. സമാപന സമ്മേളനം മുൻ MP A വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. ഹ്യൂഗോ ഷവേഴ്സിന്റെ ജീവിതവും പോരാട്ടവും അനാവരണം ചെയ്യുന്ന ഷവേഴ്സ് നൂറ്റാണ്ടിന്റെ നായകൻ പുസ്തകം സമ്മേളന നഗരിയിൽ നാളെ പ്രകാശനം ചെയ്യും. തലശ്ശേരിയിൽ +1 വിദ്യാർത്ഥിനിയെ ഗുളിക നൽകി മയക്കി പീഡിപ്പിച്ച സംഭവത്തിൽ കോടതിയിൽ കീഴടങ്ങിയ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. ഇത് സംബന്ധിച്ച ഹർജി തലശ്ശേരി CI വിശ്വംഭരൻ കോടതിയിൽ സമർപ്പിച്ചു. തലശ്ശേരിയിൽ +1 വിദ്യാർത്ഥിനിയെ ഗുളിക നൽകി മയക്കി പീഡിപ്പിച്ച സംഭവത്തിൽ ഒളിവിൽ കഴിയുന്നതിനിടെ ഇന്നലെ ജില്ലാ സെഷൻസ് കോടതിയിൽ കീഴടങ്ങിയ പ്രതി പുല്ലമ്പിൽ റോഡിലെ സുനിൽ ബാബുവിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. അന്വേഷണ ഉദ്യോഗസ്ഥനായ CI വിശ്വംഭരൻ നായർ പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ ഇന്ന് കോടതിയിൽ അപേക്ഷ നൽകും. അതേസമയം പ്രതിയെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇതോടെ കേസിൽ 5 പേർ റിമാൻഡിലായി. പെൺകുട്ടിയുടെ അയൽവാസികളായ ചിറക്കര പുല്ലമ്പിൽ റോഡിലെ പ്രണവം വീട്ടിൽ സുരേഷ് കുമാർ എന്ന മനീഷൻ, ദീപ്തി ഹൌസിൽ ശശി എന്ന സതീഷ്, റിട്ടയർഡ് അധ്യാപകൻ വസന്ത നിവാസിൽ പത്മനാഭൻ, നഗരത്തിലെ വ്യാപാരിയായ സുരേന്ദ്രൻ എന്നിവരാണ് ഇപ്പോൾ റിമാൻഡിലുള്ളത്. പീഡനത്തിനിരയായ പെൺകുട്ടിയിൽ നിന്ന് 164 വകുപ്പ് പ്രകാരം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഈ മൊഴിയുടെ സർട്ടിഫൈഡ് പകർപ്പ് കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. മോർ ദാൻ 1000 നെക്ലസ് ഫോർ യു. മായ ബഡ്ജറ്റ് നോക്കണേ. നൈസ്. മായ, ഇതൊക്കെ ജയയുടെ കല്യാണത്തിന്. ഓ, അപ്പൊ ഇതോ? ക്ലബിലെ ഫംഗ്ഷന്. അപ്പൊ ഇത്? ആഹാ, വെഡിങ് ആനിവേഴ്സറി മറന്നു. അപ്പോ ഇതൊക്കെ? ഇതും ഇരിക്കട്ടെ. ചേട്ടാ, തിരുവള്ളം തരോ? പിന്നെ സേതുമാമയുടെ മകളുടെ കല്യാണത്തിനൊന്നും വേണ്ടേ? അടുത്ത കൊല്ലമല്ലേ? എന്തായാലും കല്യാണം ഉണ്ടല്ലോ, പർച്ചേസ് തീർന്നിട്ടില്ല. കല്യാൺ ജുവലേഴ്സ് നെക്ലസ് മേള. ആയിരക്കണക്കിന് നെക്ലസുകൾ ആരും മോഹിച്ചു പോകും.
മലബാറിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമായ സുനിതയിൽ ആനിവേഴ്സറിയും വിഷുവും പ്രമാണിച്ച് എല്ലാ പർച്ചേസുകൾക്കും 10% മുതൽ 50% വരെ വിലക്കുറവ്. ഈ ഓഫർ മാർച്ച് 25 മുതൽ ഏപ്രിൽ 25 വരെ. വിശാലമായ പാർക്കിംഗ്, ഹോം ഡെലിവറി സൗകര്യം. സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. എ വേൾഡ് ക്ലാസ് ഫർണിച്ചർ ഷോറൂം ഫോർ ഓൾ. സ്വർണ്ണ വിസ്മയങ്ങളുടെ മാസ്മരിക്കുന്നത് തലാൽ ഗോൾഡ് പാലസ്. സംശുദ്ധമായ BIS 916 ഹാൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ. 23ാം വാർഷികം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% കിഴിവ്. ഓരോ പർച്ചേസിനും സ്പെഷ്യൽ ഗിഫ്റ്റ്. ഷോറൂം സന്ദർശിക്കൂ. പണിക്കൂലിയിലെ യാഥാർത്ഥ്യം മനസ്സിലാക്കൂ. ഓരോ മനസ്സും മോഹിക്കുന്ന സ്വർണ്ണചാരുതയുടെ അനന്ത സാധ്യതകൾ. മംഗല്യത്തിന്റെ മധുരക്കിനാക്കൾക്ക് സുവർണ്ണ ശോഭ നൽകുന്ന അതിനൂതനമായ വെഡിംഗ് കളക്ഷൻ. പൗരാണികതയുടെ സുവർണകാന്തിയുമായി ട്രഡീഷണൽ കളക്ഷൻസ്. ലാളിത്യമാർന്ന ഡിസൈനുകൾ. സുവർണ സേവന പാതയിൽ 22 വർഷത്തെ പാരമ്പര്യം. ദുബായ് തലാൽ ഗ്രൂപ്പിന്റെ മറ്റൊരു സംരംഭം തലാൽ ഗോൾഡ് പാലസ്, നാരങ്ങാപുരം, തലശ്ശേരി. ഫോൺ 0490-234-2474. ജാപ്പാനീസ് ബൂഡോ കരാട്ടെ സ്കൂൾ ഇന്റർനാഷണൽ തലശ്ശേരി. ഞങ്ങളുടെ പ്രധാന പരിശീലന കേന്ദ്രം തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിൽ MG ബസാറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. സ്കൂൾ കുട്ടികൾക്ക് പ്രത്യേകം ക്ലാസുകൾ, കാലത്തും വൈകുന്നേരവും വ്യത്യസ്ത ബാച്ചുകൾ. വീട്ടമ്മമാർക്കായി ഫിസിക്കൽ ഫിറ്റ്നസ് കോഴ്സുകൾ, സൺഡേ ക്ലാസുകൾ, പെൺകുട്ടികൾക്ക് മാത്രമായി പ്രത്യേകം ക്ലാസുകൾ. എല്ലാ ക്ലാസുകളും കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി കരാട്ടയുടെ വിവിധ വശങ്ങൾ പഠിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന സെൻസായി CN മുരളി നേരിട്ട് കൈകാര്യം ചെയ്യുന്നു. മൊബൈൽ 9847151312. ജാപ്പാനീസ് ബൂഡോ കരാട്ടെ സ്കൂൾ ഇന്റർനാഷണൽ തലശ്ശേരി. Designed with the touch of God. Chemalur International Jewelers. പ്രധാന വാർത്തകൾ വീണ്ടും. കണ്ണൂർ നാറാത്ത് നിരോധനാജ്ഞ ലംഘിച്ച് BJP മാർച്ച്. സംഘർഷം ലാത്തിച്ചാർജ്. നിരവധി പേർക്ക് പരിക്ക്. തലശ്ശേരിക്കടുത്ത് വടക്കുംപാടിൽ SDPI ലീഗ് സംഘർഷം. ലോറി തീവച്ച് നശിപ്പിച്ചു. DYFI ജില്ലാ സമ്മേളനത്തിന്റെ കണ്ണൂർ മൈലിയിൽ തുടക്കമായി. സമ്മേളനം നടക്കുന്നത് 3 ദിവസം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.